കേരളത്തിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ ക്രിസ്തീയ പുരോഹിതന്മാർ നേതൃത്വത്തിൽ ഇപ്പോൾ FCRA എന്ന് പറയുന്ന ഒരു കേന്ദ്ര സർക്കാരിന്റെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിനെതിരെ, അതിന്റെ ഭേദഗതിക്കെതിരെ വലിയ രീതിയിൽ കോലാഹലം ഉണ്ടാക്കുന്നു. മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുന്നു. ഇത് പുതിയ സംഭവമൊന്നുമല്ല. 2019 CAA-ക്കെതിരെ, പിന്നീട് 2021-ലും 24-ലും മണിപ്പൂരായിരുന്നു. അങ്ങനെ പല പല കോലാഹലങ്ങൾ ഈ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. ഏതായാലും ഇതിനെക്കുറിച്ച് ഞങ്ങൾ ഒന്ന് വിശദമായി തന്നെ അന്വേഷിക്കുകയുണ്ടായി. കിട്ടിയ ഏകദേശം കണക്കുകളും സംഘടനകളെ കുറിച്ചും നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. എന്താണ് FCRA? ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ആണ് FCRA. അതായത് ഈ ആക്ട് പ്രകാരം വ്യക്തികൾ, സംഘടനകൾ, NGO-കൾക്ക് ലഭിക്കുന്ന പണം, ആ പണം ഈ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പണം ലഭിക്കുകയുള്ളൂ. ഈ വിദേശ ഫണ്ട് എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നുള്ള കണക്ക് കൃത്യമായി തന്നെ കൊടുക്കണം. നമുക്കറിയാം, നമ്മളൊരു ബിസിനസ് നടത്തുകയാണെങ്കിലും ഇൻകം ടാക്സ് അടയ്ക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ തുക ഉപയോഗിച്ചത് കൃത്യമായ കണക്ക് വേണം, ബില്ല് വേണം. അതുപോലെ തന്നെ ഈ ഫോറിൻ ഫണ്ട് വന്നത് എന്തിനാണ്, എന്തിന് ചെലവഴിച്ചു എന്നുള്ള കൃത്യമായ കണക്ക് വേണം. അത് ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള സംശയം ബലപ്പെട്ടതുകൊണ്ടും, നമുക്കറിയാം പണ്ട് പരുലിയയിൽ ആയുധങ്ങൾ അടക്കം എത്തിച്ചു കൊടുത്തൊരു ഇവാഞ്ചലിസ്റ്റിക് നേതാവായിരുന്ന സ്റ്റെയിൻസാമിയെ കുറിച്ച് നമുക്കറിയാം. വിഴിഞ്ഞത്തും കൂടംകുളത്തും സമരം ചെയ്ത ക്രിസ്തീയ സഭകളുടെ പിന്തുണയോടുകൂടി അഴിഞ്ഞാടിയവർക്ക് കൂടംകുളത്ത് സഭകളുടെ പള്ളികൾ തന്നെ അവരുടെ ആശ്രയ കേന്ദ്രമായി മാറിയതാകാം. നമുക്കറിയാം, ഒരു കലാപോ സമരമോ പ്രതിഷേധമോ ഒക്കെ നടക്കാൻ കയ്യിൽ തുട്ടില്ലെങ്കിൽ നടക്കില്ല. കാരണം ഇവരെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്, ഇവരെ സ്റ്റേ ചെയ്യിക്കേണ്ടതായിട്ടുണ്ട്, ഇവരുടെ ഭക്ഷണം നൽകേണ്ടതായിട്ടുണ്ട്, ഇവർക്ക് ഈ സംഘർഷത്തിൽ പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ചികിത്സ നൽകേണ്ട, അങ്ങനെ ഒരുപാട് പണം ഇതിൽ ചെലവഴിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ പഴങ്കഥയായിരുന്നു കേട്ടോ. ഇപ്പോൾ അത്തരം NGO-കളൊക്കെ ഏറെക്കുറെ കേന്ദ്ര സർക്കാർ പൂട്ടിക്കെട്ടിയിരിക്കുന്നു. ഇനി നമുക്ക് എത്ര NGO-കളുണ്ട്, എന്തൊക്കെയാണ്, അതിന് ഡീറ്റെയിൽസുകൾ ജനം ഏകദേശമെങ്കിലും അറിഞ്ഞിരിക്കണം. 2010 ഈ FCRA-യിൽ ഒരു ഭേദഗതി വന്നിരുന്നു. നരേന്ദ്രമോദി ആയിരുന്നില്ല. ആ ഭേദഗതി വന്നപ്പോഴാണ് ഇതിന്റെ 50% തുക, അതായത് 100 രൂപ വിദേശത്തു നിന്ന് വന്നാൽ 50 രൂപ അഡ്മിനിസ്ട്രേഷൻ ചെലവായി മാറ്റാം. ഈ അഡ്മിനിസ്ട്രേഷൻ ചെലവ് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഓഫീസ് സ്റ്റാഫിന്റെ ശമ്പളം, അതുപോലെ മറ്റ് ഓഫീസിന്റെ കാര്യങ്ങൾക്ക് ഈ 50% പൈസ, അതായത് 100 രൂപ വന്നാൽ 50 രൂപയും ആരോടും ചോദിക്കാതെ ഈ വരുന്ന ട്രസ്റ്റിന്റെ ആൾക്കാർക്കോ NGO-യുടെ ആൾക്കാർക്കോ ഇല്ല എങ്കിൽ ആ വ്യക്തിക്കോ അടിച്ചു മാറ്റാൻ കഴിയും, യാതൊരു കണക്കും കൊടുക്കണ്ട. ബാക്കി 50% കണക്ക് കൊടുത്താൽ മതി എന്നൊരു ഭേദഗതി ഉണ്ടായിരുന്നു. 2010 അത് മാറ്റി 20% മാത്രമാണ് അഡ്മിനിസ്ട്രേഷൻ ചെലവിനായി മാറ്റാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ NGO-കൾ ചെയ്യുന്ന മറ്റൊരു പരിപാടി ഉണ്ടായിരുന്നു. 100 രൂപ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് മുഴുവൻ തുക അടിക്കുന്നതിന് വേണ്ടി ഇവരുടെ വരുന്ന തുക മറ്റ് സംഘടനകൾക്ക് വീതിച്ചു നൽകും. ഇത് പേപ്പറിൽ മാത്രമേ വീതിച്ചു നൽകൂ, യഥാർത്ഥത്തിൽ വീതിച്ചു നൽകില്ല. കണക്ക് ചോദിക്കുമ്പോൾ ഇന്ന സംഘടനകൾക്ക് ഇന്ന കാര്യത്തിന് വേണ്ടി കൊടുത്തു എന്ന് കാണിക്കും. അങ്ങനെ 100 രൂപ പോക്കറ്റിലാക്കിയായിരുന്നു. ആ പണി ഏതാണ്ട് 2010 തീർന്നു. ഇനി നമുക്ക് കണക്കുകൾ നോക്കാം. 2011 വരെ ഈ രാജ്യത്ത് 40,000 NGO-കളും ട്രസ്റ്റുകളും ഉണ്ടായിരുന്നു. FCRA നിയമപ്രകാരം, അതായത് വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന 40,000 സംഘടനകൾ, NGOs ഉണ്ടായിരുന്നു, ട്രസ്റ്റുകൾ ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. 2014 ആയപ്പോഴേക്കും അതിലെ 14,000 സംഘടനകളുടെ രജിസ്ട്രേഷൻ നരേന്ദ്രമോദി സർക്കാർ ക്യാൻസൽ ചെയ്തു. അതിന് മുൻപ് തന്നെ പല സംഘടനകളുടെയും രജിസ്ട്രേഷൻ അന്നത്തെ കേന്ദ്ര സർക്കാർ, അതായത് മൻമോഹൻ സിംഗിന്റെ കാലത്തൊക്കെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ നിലവിലുള്ളത് 16,900 FCRA രജിസ്ട്രേഷനുള്ള ട്രസ്റ്റുകൾ, ചാരിറ്റബിൾ സംഘടനകൾ, NGO-കളാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ എത്രയെന്ന് അറിയുമോ? ഇതിന്റെ സംഖ്യ 3000 സംഘടനകൾ വർക്ക് ചെയ്യുന്നു. ഇന്ത്യയിലാകെ 30 ലക്ഷം NGO-കൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ 16,900 FCRA രജിസ്ട്രേഷനുള്ള സംഘടനകളാണ്. ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. 2020 ഈ പുതിയ ഭേദഗതി വന്നത്. സമരം ഇല്ലെങ്കിൽ അതിന്റെ പ്രതിഷേധം ഇപ്പോഴാണെന്ന് മാത്രമേ ഉള്ളൂ. ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഒരു NGO-യിൽ നിന്ന് മറ്റ് സംഘടനകളിലേക്ക് പണം പിന്മാറ്റാൻ കഴിയില്ല, അല്ലെങ്കിൽ വകതിരിക്കാൻ കഴിയില്ല. അഡ്മിനിസ്ട്രേഷൻ ചെലവ് 50% 20% കുറച്ചു, അതായത് ഓഫീസിന്റെ മറ്റും 20% ചെലവഴിക്കാൻ പറ്റും. 3, ബാക്കി തുക നിർബന്ധമായും പദ്ധതികൾക്ക് ഉപയോഗിക്കണം, അതിന് ഡീറ്റെയിൽസ് നൽകുകയും വേണം. 4, NGO ഭാരവാഹികൾ ആധാർ കാർഡ് നിർബന്ധമായും നൽകണം. 5, എല്ലാ വിദേശ ഫണ്ടും SBI ന്യൂഡൽഹി മെയിൻ ബ്രാഞ്ചിൽ എത്തണം, അതിനുശേഷം മറ്റ് ബാങ്കുകളിലേക്ക് മാറ്റാം. ഒപ്പം തന്നെ ഇതിന്റെ കൃത്യമായ കണക്കുകൾ ഉണ്ടാകണം. ഈ കണക്കുകൾ ക്രമക്കേടുണ്ടെങ്കിലോ ഈ ഫണ്ട്, വരുന്ന ഫണ്ട്, അതായത് ഇപ്പൊ ഈ പല കാര്യങ്ങൾക്കായിട്ടാണ് ഫണ്ട് വരുന്നത്. വിദ്യാഭ്യാസം, ദാരിദ്ര്യ സഹായം, സാമൂഹിക വികസനം, കാർബൺ ഫണ്ട്, ആരോഗ്യ സേവനം, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഫണ്ട് ഇവിടെ എത്തുന്നത്. ഈ ഫണ്ട് ഇതിനൊക്കെ തന്നെയാണോ ചെലവഴിച്ചത് കൃത്യത വേണം. അതല്ലാതെ അത് വാങ്ങി വീട് വെച്ചവരുണ്ട്, തോട്ടം വാങ്ങിയവരുണ്ട്, കാറ് വാങ്ങിയവരുണ്ട്. അതുണ്ടെങ്കിൽ അതൊക്കെ കേന്ദ്ര സർക്കാർ അറ്റാച്ച് ചെയ്യും, നശിപ്പിക്കില്ല, അവരുടെ കയ്യിൽ തന്നെ ഇരിക്കും. ഡീറ്റെയിൽസ് കൊടുത്താൽ അവരത് തിരിച്ചു തരികയും ചെയ്യും. ഇനി നമുക്ക് കേരളത്തിലേക്ക് തന്നെ വരാം. കേരളത്തിലാണല്ലോ ഇപ്പോൾ വലിയ പ്രതിഷേധം. ഇന്ത്യയിലുള്ള ഇതിനകത്ത് സഭകൾ നേരിട്ട് നടത്തുന്ന NGO-കൾ ഏറെക്കുറെ കുറവാണ്. പകരം സഭയുമായി അടുത്ത് നിൽക്കുന്ന ചില മിഷണറികളും
ചില സഭാ തലവന്മാരും സഭാ നേതാക്കളും സഭയുടെ ട്രസ്റ്റുമൊക്കെയാണ് ഇതിൽ നടത്തുന്നത്. ഏതാണ്ട് ഇന്ത്യയിലുള്ള NGO-കളുടെ, അതായത് ഈ 16,900 NGO-കളുടെ FCRI രജിസ്ട്രേഷനുള്ള NGO-കളുടെ 60% ഇത്തരത്തിലുള്ള ആളുകൾ തന്നെയാണ് ഉള്ളത്. ഇനി ഇതിനകത്ത് ഈ പ്രധാനപ്പെട്ട ഏതൊക്കെയാണെന്ന് നോക്കുക. കാരിത്താസ് ഇന്ത്യ, വേൾഡ് വിഷൻ ഇന്ത്യ, കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഇന്ത്യ, ചർച്ച് ആക്സിലറി ഫോർ സോഷ്യൽ ആക്ഷൻ, ഡോൺ ബോസ്കോ സൊസൈറ്റി, അങ്ങനെ പോകുന്നു. FCRI രജിസ്ട്രേഷനുള്ള അനവധി NGO-കളുണ്ട്. ഇനി കേരളത്തില് 3000 NGO-കളാണ് FCRI രജിസ്ട്രേഷൻ ഉള്ളത്. അതിലേതാണ്ട് 1800-200 ഇതേപോലെയുള്ള സഭകളുമായി ചേർന്ന് നിൽക്കുന്ന ട്രസ്റ്റുകളും ഗ്രൂപ്പുകളും ആളുകളും ഒക്കെ തന്നെയാണ് ഉള്ളത്. ഇനി അവരുടെ ഓരോ ജില്ല തിരിച്ചുള്ള എണ്ണം തരാം. തിരുവനന്തപുരത്ത് 350 മുതൽ 400 വരെ. ഇതൊക്കെ ഒരു ഏകദേശ കണക്കാണ്, ഒഫീഷ്യൽ കണക്കല്ല. തിരുവനന്തപുരം 350 മുതൽ 400 വരെ, കൊല്ലം 250 മുതൽ 300 വരെ, പത്തനംതിട്ട 200 മുതൽ 250 വരെ, ആലപ്പുഴ 200 മുതൽ 250 വരെ, കോട്ടയം 300 മുതൽ 350 വരെ, എറണാകുളം 400 മുതൽ 450 വരെ, തൃശ്ശൂർ 250 മുതൽ 300 വരെ, അങ്ങനെ പോയി 1800 തൊട്ട് 2000 വരെ രജിസ്ട്രേഷനുള്ള ക്രിസ്തീയ മിഷണറികളുമായി ചേർന്ന് നിൽക്കുന്ന അത്തരം സംഘടനകൾ ഈ FCRI രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്. ഇതിന് ഏകദേശ കണക്കാണ്. ഒഫീഷ്യലായി ഇതിന് ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ സിഖ് എന്നോ എന്ന് പറഞ്ഞ് വേർതിരിച്ചിട്ടില്ല. NGO-കൾക്കെല്ലാം തുല്യ പ്രാധാന്യമാണ്. നമുക്കറിയാം ഈ 2014 ഏതാണ്ട് 14,000-ഓളം വരുന്ന NGO-കൾ കളഞ്ഞതിനകത്ത് വിശ്വഹിന്ദു പരിഷത്തിന്റെ കീഴിലുള്ള 4 NGO-കൾ ആ രജിസ്ട്രേഷൻ റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. മാതാ അമൃതാനന്ദമയിയുടെ കോയമ്പത്തൂരുള്ള ഒരു NGO-ക്ക് ഈ ലൈസൻസ് പുതുക്കി നൽകിയിട്ടില്ല, അതും റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 14,000-ൽ സിഖുകാരുടെ ഉണ്ട്, ക്രിസ്ത്യൻസിന്റെ ഉണ്ട്, പലരുടെയും ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിദ്യാഭ്യാസത്തിനും ദാരിദ്ര്യ സഹായത്തിനും സാമൂഹ്യ വികസനത്തിനും കാർബൺ ഫണ്ട്, അതാണ് വലിയ കോമഡിയാണ് ഈ കാർബൺ ഫണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും, മാധവ് ഗാഡ്ഗിലിനെതിരെ ഇടുക്കിയിലടക്കം സമരം നടത്തിയത് സഭാ മേലധ്യക്ഷന്മാരായിരുന്നു. ഈ മേലധ്യക്ഷന്മാരുടെ NGO-കൾ അന്ന് തന്നെ കാർബൺ ഫണ്ട് എന്ന് പറഞ്ഞാൽ വനങ്ങൾ വെച്ചുപിടിപ്പിക്കുക, വനനശീകരണത്തിനെതിരെ പോരാടുക, കാർബണിന്റെ ആ ഒരു വ്യാപനം തടയുക, ഇതിനുവേണ്ടി വിദേശത്തു നിന്ന് വരുന്ന ഫണ്ടാണ്. ആ ഫണ്ട് മേടിച്ചിട്ട് മരങ്ങൾ വെട്ടി നീക്കി കെട്ടിടം പണിത് ഗാഡ്ഗിലിനെതിരെ സമരം ചെയ്യുകയായിരുന്നു അന്ന് അവിടെ ചെയ്തത്. ഇനി ആരോഗ്യ സേവനം ഇവരൊക്കെ നടത്തുന്ന ഒരുപാട് ആശുപത്രികളുണ്ട്. ഇവിടെയൊക്കെ ആർക്കെങ്കിലും ഫ്രീ ചികിത്സ കിട്ടുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. അതൊക്കെ അവരുടേതായ കാര്യങ്ങൾ, അത് കിട്ടുന്നുണ്ടാകാം, കിട്ടുന്നില്ലായിരിക്കാം. ഇവരെല്ലാം മോശക്കാരാണ് എന്നുള്ളതല്ല. പക്ഷെ ഈ പണം വലിയ രീതിയിൽ 22,000 കോടി രൂപയാണ് ഒരു വർഷം ഇന്ത്യയിലേക്ക് ഇത്തരം NGO-കൾ വഴി എത്തുന്നത്. ഈ പണം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ നക്സലുകൾക്ക് പോകുന്നുണ്ടോ, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പോകുന്നുണ്ടോ, വടക്കിഴക്ക് സംസ്ഥാനങ്ങൾ വെട്ടിമുറിച്ച് പുതിയ രാജ്യം സൃഷ്ടിക്കാൻ പോകുന്നുണ്ടോ, ഇതെല്ലാം ജനം അറിയണം. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനോടുള്ള പ്രധാനപ്പെട്ട അഭ്യർത്ഥന, ഇവരുടെ ലൈസൻസ് റദ്ദാക്കുകയാണെങ്കിൽ അതിന്റെ കാരണം കൂടി പത്രങ്ങൾ മുഖേന, മാധ്യമങ്ങൾ മുഖേന പുറത്തുവിടാൻ കൂടി കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഇതിൽ പറഞ്ഞ കണക്കുകൾ, അതായത് ഒഫീഷ്യൽ ആയിട്ടുള്ള കണക്കുകളുടെ ഏകദേശ കണക്കുകളാണ്. ഇപ്പോൾ പ്രേക്ഷകർക്ക് ഏകദേശം FCRI കുറിച്ചുള്ള ഏകദേശ ധാരണ വന്നിട്ടുണ്ടാകും. ഒപ്പം തന്നെ ഇതിനെതിരെ എന്തിനാണ് ഇവിടെ കിടന്ന് കലിതുള്ളുന്നത് എന്ന് മനസ്സിലാകും. ഇതുകൊണ്ട് ഈ സഭയിലുള്ള ഒരു പാവപ്പെട്ടവന് യാതൊരു ഗുണവും ഈ ഫണ്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇത് വാങ്ങിച്ചവർ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ വേണം. അതിനിവിടെ കിടന്ന് തുള്ളിയിട്ട് യാതൊരു കഥയുമില്ല. ന്യൂസ് ഡെസ്ക് മലയാളം.